ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് ബേക്കൽ ബീച്ചിലാണ് ഗായ്സ്. ഇപ്പോൾ ഇവിടെ ബേക്കൽ ബീച്ചിൽ ബേക്കൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുകയാണ്. 31 അവസാനിക്കും, ന്യൂ ഇയറോടുകൂടി. ഇത് റോഡാണ് ഗായ്സ്, ബേക്കൽ ബീച്ചിനകത്തേക്ക് പോകുന്ന റോഡാണ്. അവിടെയാണ് ഈ പാവക്കുട്ടികളും ബലൂൺസും കാര്യങ്ങളെല്ലാം അവർ സെല് ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴികൾ കുറേ ബലൂൺസും ടോയ്സും പിന്നെ കമ്മലും അല്ലാത്ത കുറച്ച് ജ്വല്ലറീസൊക്കെ കണ്ടായിരുന്നു ഗൈസ്. അതാണ് ഇവിടെ ഞാൻ കണ്ടത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പെർ ഹെഡ് 50 രൂപയാണ് ഇവിടുന്ന് എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്ത് കയറാൻ. ഇത് എൻട്രി ഫീസ് മാത്രമാണ് ഗൈസ്. ഇതുവഴിയാണ്, ഈ കൗണ്ടർ വഴി കൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറാനുള്ളത്. ഇവിടെ സാധാരണ എല്ലായിടത്തും പോലെ തന്നെ നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് അവരത് കീറിയിട്ട് അകത്തേക്ക് വിടും. പകുതി പാർട്ട് തരും കയ്യിൽ. അപ്പോൾ ഈ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മളിനി പോകാൻ പോകുന്ന ഈ ഒരു വലിയ സ്റ്റോളിലും പോകാൻ പറ്റും. അതുപോലെ ബേക്കൽ ബീച്ചിന് അകത്തേക്കും കയറാൻ പറ്റും. പിന്നെ അതിനകത്തുള്ള സ്റ്റോളുകളും റൈഡിലും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഫീ പേ ചെയ്തിട്ട് വേണം കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ആ സ്റ്റോളുകളിലേക്കുള്ള എൻട്രി. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. നിങ്ങളെടുത്ത ആ ടിക്കറ്റ് വെച്ച് തന്നെ അത് കയറാവുന്നതാണ്. ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന സാനിറ്ററി ഐറ്റംസിൻ്റെ സ്റ്റോളാണ്. ഇനി ഇത് ഭയങ്കര റഷായിരുന്നു. ഇതിനകത്ത് പിന്നെ ടൂർ പാക്കേജിങ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോളായിരുന്നു. എനിക്കിവിടെ നിന്ന് കൂടുതൽ നിൽക്കാനൊന്നും സാധിച്ചില്ല, ഭയങ്കര റഷായതുകൊണ്ട്. ഇവിടെ പിന്നെ കരിപ്പൂട്ടി, നെല്ലിക്ക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ചക്ക, അച്ചാറുകൾ, അതൊക്കെയായിരുന്നു വിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ടൈൽ ഷോപ്പ് കാണാൻ സാധിച്ചു ഗായ്സ്. ഇങ്ങനെ ഇൻ്റർലോക്സും ഒക്കെ ഉള്ള. അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ഫർണിച്ചർ ഷോപ്പുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് നോക്കുക. ഇപ്പുറത്തെ സൈഡിൽ ഫാൻസ്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഈ ഒരു ഫാനിൻ്റെയാണ്. അപ്പോൾ ഈ റഷ് കാരണം കിട്ടിയില്ല. ഇപ്പുറത്തെ കുറച്ചും കൂടെ വന്നപ്പോൾ കിട്ടി. ഇതിവിടെ ഡൈനിങ് ടേബിൾസും കട്ടിലും അലമാരാസൊക്കെയാണ് ഉള്ളത് ഈ ഒരു സ്റ്റോളിൽ. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഫാൻ. ഇത് വലിയൊരു സ്റ്റോളാണ്. ഈ ഇലക്ട്രോണിക്സിൻ്റെ ഈ ഫാനാണ് മെയിൻ. നിങ്ങൾക്ക് കാണാം, ഇതാണ് ആ സ്റ്റോൾ. ഇനിയുള്ള സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാടൻ കരിപ്പോട്ടി വിൽക്കുന്ന സ്റ്റോറാണ്. പിന്നെ വാച്ചസും അതുപോലത്തെ ബാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റോർ. ഇതിനുള്ളത് മറ്റേ പഴയ കാലത്തെ മിഠായി സ്റ്റോർ. അത് കിട്ടിയില്ല. ഇത് പപ്പടമാണ് ഗൈസ്. വെജിറ്റബിൾസിൽ നിന്നുണ്ടാക്കുന്ന പപ്പടം എന്നാണ് അവർ പറഞ്ഞത്. അതാണ് ഈ സ്റ്റോർ. ഇതാണ് ആ മിഠായി. അതെനിക്ക് കിട്ടിയില്ല ഗൈസ്. ഞാൻ രണ്ടാമത് പോയിട്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ചക്ക ഹലുവ തൊട്ട് പല ഹലുവകളുണ്ട് ഗൈസ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടൊന്ന് പോസ്റ്റ് ചെയ്തതാണ് ആ ചേട്ടൻ. ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു അപ്പൂപ്പൻ ബബിൾസ് ഇങ്ങനെ പറത്തി വിടുന്നുണ്ടായിരുന്നു. ആ ഒരു ബബിൾ ഗണ്ണിൽ നിന്ന് കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് കാണാൻ സാധിച്ച വലിയൊരു നമ്മുടെ ബുക്ക് സ്റ്റോളാണ്. ഇവിടെ 20 തൊട്ട് 50% വരെ എല്ലാ ബുക്കിനും ഓഫർ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ബുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര വലിയ ഓഫറാണ് ഇവിടെ. പിന്നീടുള്ളത് ക്രോക്കറി ഐറ്റംസാണ്. നമ്മുടെ കിച്ചണിനകത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉള്ള ഒരു സ്റ്റോറാണ് ഗായ്സ്. ഈ പെൻസിൽ പോലെ ഇരിക്കുന്നത് അംബർലാസാണ് ഗായ്സ്. പുതിയൊരു നല്ല ഭംഗിയുണ്ട്. ഇത് എല്ലാം പേനയും പെൻസുമാണ് പലതരം. പിന്നെ ഇവിടെ ചക്ക ഹൽവയുടെ ഒരു സ്റ്റോറ് കണ്ടു, പക്ഷേ അതിനകത്തൊന്നുമില്ല. സെയിൽ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന കിഡ്സ് സോൺ എന്ന് പറയുന്നത്, ഇവിടെ ഈ മറ്റേ മാജിക് ഒരു സ്ലൈറ്റൊക്കെ ഇല്ലേ, അതൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇനി അങ്ങോട്ടാണ് ആക്സസറീസ് ഉള്ളത് ലേഡീസിൻ്റെ. നമ്മുടെ ബണ്ണും ക്ലിപ്സും സ്ലൈഡ്സും ലിപ്സ്റ്റിക്കും അങ്ങനെ പലതരം സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ മാല, വള, കമ്മലുകൾ, പിന്നെ പലതരം മാലാസ്, ബാഗ്സ്, സ്ലിംഗ് ബാഗ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടോയ്സ്, കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല റഷായിരുന്നു. ഇവിടെയെല്ലാം ടോയ്സാണ് ഗായ്സ്. തേമുട്ടായി, പുളിമുട്ടായി, പിന്നെ ഉണ്ട മുട്ടായി ആണെന്ന് തോന്നുന്നു ഗായ്സ്. അതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ടില്ല. അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ മിഠായി ഗായ്സ്. പിന്നെ ഇത് പുളിമുട്ടായി. ഇതെന്താണിത്? ഇതിങ്ങനെ എള്ള് പോലത്തെ എള്ളുണ്ടയുടെ വേറെ ഐറ്റമാണെന്ന് തോന്നുന്നു. ഇതൊന്ന് പഞ്ഞിമുട്ടായാണ് ഗായ്സ്. അത് അങ്ങനത്തെ കുറേ മിഠായി ഷോപ്പുകളായിരുന്നു. ഇത് പഴയ കാലത്തെ മിഠായികളൊക്കെ ഉള്ള ആ ഒരു ഇതായിരുന്നു.
മിഠായിയുടെ വലിയൊരു ഷോപ്പായിരുന്നു. പിന്നെ ഇതിന് ഓപ്പോസിറ്റായിട്ടൊരു പെസ്റ്റിസൈഡ് സ്റ്റോറായിരുന്നു ഗൈസ്. ഈ കൊതുകും ഈച്ചയും ഉറുമ്പൊന്നും വരാത്ത അതിനൊക്കെ ഉള്ളതായിട്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് മൊബൈൽ സ്ക്രീൻ റിപ്പയറിങ് ഷോപ്പായിരുന്നു. അതിൻ്റെ ഇപ്പുറത്ത് കീ ചെയിനും കാര്യങ്ങളും പിന്നെ തൊപ്പി ഒക്കെ ആയിരുന്നു അവിടെ കൂടുതലും സെയിലാവുന്നു. വാച്ചുകളും ഉണ്ടായിരുന്നു ഗൈസ്. ഇതാണ് തൊപ്പി സെക്ഷൻ. പിന്നെ ഇപ്പുറത്തോട്ട് ടോയ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഹലുവ കാണാൻ സാധിച്ചു ഗൈസ്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ക്ലോത്ത് സെക്ഷനിൽ ജഗ്ഗിൻസും പിന്നെ പലാസോയും ഷോൾസുകളുമാണ് കാണാൻ സാധിച്ചത്. വേറൊന്നും അങ്ങനെ കാണാൻ എനിക്കിവിടെ സാധിച്ചില്ല. ക്ലോത്തിൻ്റെ സെക്ഷനിൽ ഇത്ര തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാണാൻ സാധിച്ചത് ഈ വിത്തുകളൊക്കെ, പച്ചക്കറി വിത്തുകളും പൂക്കളുടെ വിത്തുകളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചേമ്പിൻ്റെ ഉണ്ടായിരുന്നു. അതുപോലെ ചന്ദനത്തിരിയുടെ ഒരു വെച്ചുണ്ടാക്കിയൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഗൈസ്, കാണാൻ സാധിച്ചു. ആയുർവേദ കൊതുകുതിരിയും ഈ സ്റ്റോളിലുണ്ട്. വെജിറ്റബിൾ കട്ടർ ഒരു സ്റ്റോളാണുള്ളത്. ഇവിടെ ഇങ്ങനെ വെജിറ്റബിൾ കട്ടർ 100 രൂപയേ ഉള്ളൂ കട്ടേഴ്സിന്. ഈ സ്റ്റോളിൻ്റെയൊക്കെ ഒരു എൻഡ് എത്തി ഗൈസ്. ഇനി എൻഡിലുള്ളതെന്ന് വെച്ചാൽ വെഹിക്കിൾസാണ്. കാറും ബൈക്സും സ്കൂട്ടീസും ആണ് ഉള്ളത്. അത് എല്ലാ ബ്രാൻഡുകളും ഒന്നുമില്ല, കുറച്ച് ബ്രാൻഡുകൾ മാത്രം ആണുള്ളത്. ഫൈനലി ഗൈസ് എല്ലാ സ്റ്റോളിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നപ്പോൾ സൈഡിൽ നോക്കിയപ്പോഴാണ് ട്രെയിൻ പോകുന്നത് കണ്ടത്. ഇനി നമ്മൾ എൻട്രി ചെയ്യാണ് ബേക്കൽ ബീച്ചിൻ്റെ അകത്തേക്ക്. ഇവിടെ ഇനി കുറേ സ്റ്റോളുകളും കുറേ റൈഡ്സും കുറേ ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിനകത്താണുള്ളത്. ലൈറ്റൊക്കെ കൊണ്ട് നന്നായിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പോകുന്ന നമുക്ക് എന്ത് റൈഡിൽ കയറണമെങ്കിലും ഓരോ സ്റ്റോൾസിൽ കയറണമെങ്കിലും അതിനെല്ലാം 50 രൂപ തൊട്ട് ചാർജിങ് ഉണ്ട്. അതെടുത്തിട്ട് നമുക്ക് കയറാവുന്നതാണ്. ചില സ്റ്റോളുകളിൽ 50 രൂപ എല്ലാം തോന്നുന്നു ഗൈസ്. ഇവിടെ ആദ്യം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ 2 സൈഡിലേക്കാണ് തിരിയുന്നത്. നന്നായിട്ട് ലൈറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഞാൻ ഫോട്ടോ എടുക്കുന്ന ഒരു ബോക്സ് കണ്ട് നിന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ നോക്കുന്ന പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു. ഇതിനകത്ത് ഇനി ഒത്തിരി ഫുഡ് കോർട്ടുണ്ട്. ഐസ്ക്രീംസ് ആകട്ടെ, നമ്മുടെ പൊട്ടാറ്റോ ട്വിസ്റ്റ്, സ്നാക്സ് ഐറ്റംസും പിന്നെ റെസ്റ്റോറൻറ്റ് ചെറിയ തരത്തിൽ സ്റ്റോൾ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇതുപോലത്തെ ഇങ്ങനത്തെ പണ്ടോര അവതാർ വേൾഡിനെ പോലെ കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട്. പിന്നെ കുറേ റൈഡുകളും ഉണ്ട് ഇതിനകത്ത്, ഫർണിച്ചർ ഏരിയാസും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ കുറച്ച് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഞാനൊരു ഫോട്ടോ പ്ലേസ് കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണ്. നോക്കിയപ്പോൾ ഗൈസ് ഒരു സിപ്പ് ലൈൻ ഉണ്ട്. എന്തായി കാണുന്ന സിപ്പ് ലൈൻ ഒരു കൊച്ചങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇനി വരുന്ന ഭാഗത്ത് വീണ്ടും ഉണ്ട് ഗൈസ്. അത് ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണ് ഗായ്സ്.
അവരുടെ ഫൺ ആക്ടിവിറ്റീസിനൊക്കെ ഇവിടെ എൻട്രി ഫീ ഉണ്ട്. അത് പേ ചെയ്താൽ നിങ്ങൾക്ക് കയറാം, ഫോട്ടോ ഒക്കെ എടുക്കാം ഇതിനകത്ത്. ഇവിടെ ഈ ടൈമിലൊക്കെ നല്ല തിരക്കാണ് ഗൈസ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നല്ല റഷൊക്കെ ഉണ്ട് അത്യാവശ്യം തന്നെ. പിന്നെ ഇതിനകത്ത് ഒത്തിരി സ്റ്റോളുകളുണ്ട്, ഫുഡ്സിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി സ്റ്റോളുകളുണ്ട്. ഒരു ഫുഡി ആയിട്ടുള്ളവർക്ക് നല്ല രസമായിരിക്കും. അവിടെയെല്ലാം വീഡിയോ എടുത്ത് വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ വലിയൊരു സാൻഡയെ കണ്ടത്, ക്രിസ്മസിൻ്റെ സാൻഡ. അതുപോലെ ഇവിടെയാണ് പണ്ടോറ വേൾഡ് ഉള്ളത്. ഇതിനകത്ത് എൻട്രി ഫീ കൊടുത്തിട്ട് അകത്ത് കയറണം ഗായ്സ്. ലൈറ്റൊക്കെ കത്തുന്നത് അവിടെയാണ് പൊതുവെ ഈ ഗാനമേളയൊക്കെ നടത്തുന്നത്. ഇന്ന് മാപ്പിളപ്പാട്ടിൻ്റെ ഡേ ആയിരുന്നു, അപ്പോൾ അതാണ് ഇന്നുള്ളത്. ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒരു സ്റ്റോളാണ് ആ കാണുന്നതല്ലോ. അതുപോലത്തെ തന്നെ കുറേ ഇങ്ങനെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ വിൽക്കുന്നതുമുണ്ട്. അതേ ഗായ്സ്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഒരു കൊച്ചു സിപ്പ് ലൈൻ പോകും. സിപ്പ് ലൈൻ ദാ ഈ വഴി കൂടെ ബീച്ചിലേക്ക് പോവാം. ഇത് നല്ല രസമുണ്ട്. അങ്ങനെ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ കുറേ ആളുകൾ വന്നു ഗായ്സ്. ബീച്ചിൻ്റെ അവിടെ ആയിട്ട് തന്നെ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒട്ടകം സഫാരി ചെയ്യുന്ന കണ്ട് ഗൈസ്, ആളുകളെയും കൊണ്ട്. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഈ ഫോട്ടോ ഫ്രെയിമിൽ ഇവർ പോകുന്നുണ്ട്. ഞാൻ ഓടിപ്പോയതാണ് അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. ഇതാണ് അടുത്ത ഫോട്ടോ എടുക്കാനുള്ള ഡോർ. ഇവിടെ ഇങ്ങനെ ബലൂൺസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നവർ പറഞ്ഞായിരുന്നു അതിന് അപ്പുറത്തേക്ക് കൊണ്ട് സെയിൽ ചെയ്യാമെന്ന്. ഇതാണ് ഗായ്സ് ബേക്കൽ ബീച്ച്. അപ്പോൾ ബീച്ചിലൊന്നും ഇറങ്ങിയില്ല. ഇവിടെ ഫുൾ ഈ ഫെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ട് തന്നെ ബീച്ചിൽ ഇറങ്ങിയില്ല. ഇങ്ങനൊരു വണ്ടി ബീച്ചിന് ചുറ്റും ഇങ്ങനെ പെട്രോളിങ് ചെയ്യുന്ന കണ്ടായിരുന്നു. ഇത് മണലിന് ഒരു വ്യത്യാസമുണ്ട് ഗായ്സ്. സാധാരണ ബീച്ചിൻ്റെ മണൽ പോലെയല്ല, നല്ല സോഫ്റ്റാണ്. ഇവിടെ നോക്കിയപ്പോൾ ഒരു വെള്ള കുതിര ഇങ്ങനെ കണ്ടു ഗായ്സ്. ഈ കുതിരയിൽ നമ്മൾ പൈസ പേ ചെയ്താൽ ഒരു റൗണ്ട് ഇവരിവിടെ ഇങ്ങനെ സഫാരി നടത്തി തരും. ഇതും ഒരു ഫുഡ് കോർട്ടാണ് ഗായ്സ്. അങ്ങോട്ടും കുറേ ടെൻ്റ് ഇട്ടുള്ള ഫുഡ് കോർട്ടും ഉണ്ട്. ഇത് കുറച്ച് വലിയ ഒരു ഫുഡ് ഏരിയ ആണ് ഗായ്സ്. ഇതാണ് റൈഡുകൾ. ഇത് മാത്രമല്ല, ഇനി വേറെ 2 റൈഡും കൂടെ ഇവിടെ ഉണ്ട് ഗൈസ്. ഈ സെയിം തന്നെ വേറെ 2 എണ്ണം കൂടെ ഉണ്ട്, അപ്പുറത്തെ സൈഡിലായിട്ട് ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത് ബേക്കൽ ബീച്ചിൽ. ഇത് ഭയങ്കര വലിയൊരു ഫെസ്റ്റിവലാണ് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ. ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റ് കൂടിയാണത്. അപ്പോൾ ഇവിടെ ഒത്തിരി ആളുകൾ പല ഇടത്തു നിന്നായിട്ട് വരും. അതുകൊണ്ട് തന്നെ നല്ല റഷും ഉണ്ടാവും. ഇനി 2 ദിവസം കൂടിയാണ് ഇതുള്ളത്. ഇങ്ങനെ റൈഡ്സിലും ലൈറ്റ്സൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ എത്ര ദൂരത്ത് നോക്കിയാലും നല്ല ഇങ്ങനെ അറിയാൻ സാധിക്കും പെട്ടെന്ന് തന്നെ. ഈ സ്റ്റോളിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഡാൻസ് ഉണ്ടോയെന്ന് മനസ്സിലായത് അപ്പുറത്തെ സൈഡിലേക്ക്. അങ്ങനെ അതൊന്ന് ജസ്റ്റ് എടുക്കാൻ പോയതാണ് ഗായ്സ്. ഇതാ 2ാമത്തെ റൈഡാണ് ഗായ്സ്. ഇവിടെ ഈ കാണുന്ന ബ്ലൂ കളർ ടെൻറ്റിനകത്ത് ഗെയിംസാണ്. ഇവിടെ ഒരു ഓൾ സെക്ഷനാണ് ഗായ്സ്. നിങ്ങൾ എത്ര ഇപ്പോൾ കാണുന്നത് ഇതിലിവിടെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിൽ എത്ര നമ്പറിൽ നിങ്ങളുടെ ബോൾസ് പോയിട്ടുണ്ടോ അതെല്ലാം ടോട്ടൽ കൂട്ടിയിട്ട് ഇതിൻ്റെ പുറകിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൈസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇത് നമ്മൾ പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യണം ഇതിനകത്ത്. അതുപോലെ ഇതൊരു സെക്കൻഡ് ഗെയിമാണ്. ഇങ്ങനെ ഒരു റിങ് ഒരു വൈറ്റ് ആ ഒരു റെക്റ്റാങ്കിളിൽ വീഴുന്നതിനനുസരിച്ച് നമ്പർ എന്ത് നോക്കിയിട്ടാണ് ആ തത്തമ്മയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് റൈഡ്. ഇവിടെ പിന്നെ ഇങ്ങനത്തെ കുട്ടികളുടെ റൈഡ്സും കൂടുതൽ ഉണ്ട് ഗായ്സ്. പിന്നെ ഇത് പെറ്റ്സ് വേൾഡാണ്. പെറ്റ്സിന് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതിനകത്ത് കയറാം. ഒരു 20 രൂപ കൂപ്പൺ എടുക്കുമ്പോൾ ലക്കി വിന്നർ അനുസരിച്ച് ഒരു പേർഷ്യൻ പൂച്ചയൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് ഗായ്സ്. ഇതിന് എക്സിറ്റിംഗ് വേ ഇങ്ങനെയാണ്. വന്നപ്പോൾ അത്രയുള്ള തിരക്ക് ഇപ്പോൾ കാണുന്നില്ല. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴും എക്സിറ്റ് ആകുമ്പോൾ നല്ല തിരക്കുണ്ട്. ഇവിടെയെല്ലാം ഇങ്ങനെ വോൾസിൽ നല്ല ഡിസൈനും ആർട്ടും ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് വർക്ക്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഗായ്സ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബേക്കൽ ബീച്ച് ഫെസ്റ്റിൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ഗൈസ്. ബൈ.